എവിടെ ആധിപത്യം നഷ്ടപ്പെടും? വാനലോകത്തല്ല, നക്ഷത്ര സമൂഹങ്ങൾക്കിടയിലല്ല, സൂര്യന്റെ മേലല്ല, ചന്ദ്രന്റെ മേലല്ല, ഭൂമിയിൽ അല്ലാഹുവിന് ആധിപത്യം നഷ്ടപ്പെടുമെന്ന് എഴുതിവെച്ച മൗദൂദിയുടെ ചിന്താഗതിയെ ന്യായീകരിച്ച സലഫി പണ്ഡിതന്റെ പേരേതാ? അങ്ങനെ ന്യായീകരിച്ച ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം എങ്ങനെ സലഫി പണ്ഡിതനാകും? അല്ലാഹുവിന് ആധിപത്യം നഷ്ടപ്പെടുമത്രേ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്നു, മൻമോഹൻ സിംഗ് ഭരിക്കുന്നു. ആ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്തോളം ഇന്ത്യയിൽ അന്നൊക്കെ ആധിപത്യമില്ല. കേരളമെന്ന് പറയുന്ന സംസ്ഥാനം അച്യുതാനന്ദൻ ഭരിക്കുന്നു. പക്ഷേ കേരളത്തിൽ അച്യുതാനന്ദൻ ഭരിക്കുന്നത് കൊണ്ട് അല്ലാഹുവിന് ആധിപത്യം നഷ്ടപ്പെട്ടു എന്ന അപകടകരമായ വാദം ഇത് ലോകത്തെ സലഫി പണ്ഡിതന്മാർ പറഞ്ഞ വാദമാണോ? മൗദൂദികളല്ലാതെ ലോകത്താരാണ് ഈ വാദം ഉന്നയിച്ചിട്ടുള്ളത്? മാത്രമല്ല, ഇതുകൊണ്ട് തന്നെ അള്ളാഹുവിന് നഷ്ടപ്പെട്ട ആധിപത്യം നാം തിരിച്ചു കൊടുക്കണമെന്നാണ് മൗദൂദികൾ പറയുന്നത്. കാരണം ഇവിടെ അച്യുതാനന്ദൻ കൈയാളുകയാണ് അള്ളാഹുവിന്റെ അധികാരം. അള്ളാഹുവിന്റെ അധികാരം പിടിച്ചെടുത്തിട്ട് മൻമോഹൻ സിംഗ് ഇവിടെ ഭരിക്കുകയാണ്. അതുകൊണ്ട് മൻമോഹൻ സിംഗിനെ അധികാര കസേരയിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് അവിടെ ഇന്ത്യ രാജ്യത്ത് അള്ളാഹ്ക്ക് അധികാരം തിരിച്ചു കൊടുക്കണം, അള്ളാഹ്ക്ക് ആധിപത്യം തിരിച്ചു കൊടുക്കണമെന്നാണ് മൗദൂദികൾ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിക്കാര് പറഞ്ഞത്. മാത്രമല്ല, അതുകൊണ്ട് എന്താണ് ഇസ്ലാമിനെ സംബന്ധിച്ച് മൗദൂദികൾക്ക് പരിചയപ്പെടുത്തേണ്ടി വന്നത്? ഇസ്ലാമിന്റെ ജന്മത്തോടെ തന്നെ സംഘട്ടനവും അനിവാര്യമായി തീരുന്നു. ഇതാണോ സലഫി പണ്ഡിതന്മാർ ലോകത്തെ പഠിപ്പിച്ചത്? ഇങ്ങനെ എഴുതിയില്ല, ഇങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഇത് മുജാഹിദ് മൗലവിമാര് അതേ വിശേഷാൽ പതിപ്പ് എന്ന പേരിൽ പ്രബോധനമിറക്കാത്ത പതിപ്പ് കൊണ്ടുവന്നതുപോലെ ഇതാ മുജാഹിദുകൾ കൊണ്ടുവന്നതാണ് എന്ന് പറയാൻ കഴിയുമെങ്കിൽ പറയൂ. ഇസ്ലാമിന്റെ ജന്മത്തോടെ സംഘട്ടനവും അനിവാര്യമായി മാറുന്നു എന്നാണ് എഴുതി വെച്ചത്. ഒരു നാട്ടിൽ ഇസ്ലാം വന്നാൽ പിന്നെ അവിടെ സംഘട്ടനം അനിവാര്യമാകുമെന്നാണ്, സംഘട്ടനം വാജിബാകുമെന്നാണ്, അടി നിർബന്ധമാകുമെന്നാണ്, കലഹം നിർബന്ധമാകുമെന്നാണ്, കലാപം നിർബന്ധമാകുമെന്നാണ്. മാത്രമല്ല, ഇതിന് ന്യായമെന്താ? ഇക്കാര്യത്തിൽ തീരെ വിട്ടുവീഴ്ച പോലുമില്ല, ഒരു ഇളവുമില്ല, ഒരു ഇളവും ഉണ്ടാവില്ല. അടി ഉണ്ടാക്കിയേ പറ്റൂ, കലഹമുണ്ടാക്കിയേ പറ്റൂ, കലാപമുണ്ടാക്കിയേ പറ്റൂ, സംഘട്ടനമുണ്ടാക്കിയേ പറ്റൂ. അതിലൊരൽപ്പം വിട്ടുവീഴ്ച പോലുമില്ല. എന്തേ കാരണം? പരസ്പരം സഹകരിച്ച് ദീർഘകാലം ഒരുമിച്ച് നിൽക്കാൻ സാധിക്കാത്ത രണ്ട് അസ്തിത്വങ്ങൾക്കിടയിൽ ഇങ്ങനെ സംഭവിക്കുക സ്വാഭാവികം മാത്രമാണ്. ഇതാണോ ലോകത്ത് സലഫി പണ്ഡിതന്മാര് പറഞ്ഞത്? അള്ളാഹുവിന് ഭൂമിയിൽ ആധിപത്യം നഷ്ടപ്പെടും, ഇറാനിൽ അള്ളാഹുവിന് ആധിപത്യം നഷ്ടപ്പെടും, അമേരിക്കയിൽ ഭരിക്കുന്നത് ഒബാമയാണ്, അവിടെ അള്ളാഹ്ക്ക് ആധിപത്യമില്ല, ഇന്ത്യ ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് ആണ്, അതുകൊണ്ട് അവിടെ അള്ളാഹ്ക്ക് ആധിപത്യമില്ല. അതുകൊണ്ട് അള്ളാഹുവിന് നഷ്ടപ്പെട്ട ആധിപത്യം അള്ളാഹുവിന് തിരിച്ചു വാങ്ങിക്കൊടുക്കലാണ് നമ്മുടെ ബാധ്യത. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ അവർ സംഘട്ടനത്തിന്റെ വാഗ്ദാക്കളാണ്, അവർ കലാപത്തിന്റെ ആളുകളാണ്, അവർ എപ്പോഴും സംഘട്ടനം നടത്തിക്കൊണ്ടിരിക്കും, അതവരുടെ വാജിബാണ് എന്ന് പഠിപ്പിച്ച മൗദൂദിയൻ ചിന്താഗതി, ആ ചിന്താഗതിയെ മറച്ചുവെക്കാൻ, ആ ചിന്താഗതി ഒളിച്ചുവെക്കാൻ ഒരിക്കലും സലഫി പണ്ഡിതന്മാരെ കൂട്ടുപിടിച്ചാൽ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അനിസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ ഉദ്യോഗം പറ്റുമോ? മന്ത്രിയാകാൻ പറ്റുമോ? അധികാരം കൈയാളാൻ പറ്റുമോ? പറ്റും. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ അധികാരം കൈയാളിയ ആളാണ് എന്ന് പറഞ്ഞത് പ്രബോധനമാണ്, വൈദ്യുതിച്ച വിവേകമാണ്. ആ വിവേകത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രബോധനം പറഞ്ഞതാണ് ഇവിടെ എടുത്തുദ്ധരിച്ചത്. ആ എടുത്തുദ്ധരിച്ച വാചകം കൃത്യമായി ഇവിടെ കേൾപ്പിച്ചു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ആ ജമാഅത്തെ ഇസ്ലാമി ഈ നിലപാടിലേക്ക് മാറിയിട്ടുണ്ട് എങ്കിൽ, ജമാഅത്തെ ഇസ്ലാമി ഈ നിലപാടിലേക്ക് ചുവട് മാറ്റിയിട്ടുണ്ട് എങ്കിൽ, അതേ മൗദൂദി പഠിപ്പിച്ച ആദർശം, ആ ആദർശത്തെ പുറകിലത്തെ കീശയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് അതേ മുൻപിലത്തെ കീശയിൽ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ പുതിയ നോട്ടുകെട്ടുകൾ വെച്ച് അതേ ഇതിനിടയിലൂടെ തങ്ങളുടെ ഈ വിദണ്ഡവാദം പുറകിലത്തെ പോക്കറ്റിൽ സൂക്ഷിച്ചു വച്ചിട്ടുള്ള ഈ അപകടകരമായ വാദം ചെലവഴിക്കാനുള്ള കുതന്ത്രമാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ രാജ്യത്തടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിവേകമുള്ള, ഇന്ത്യ കണ്ട, അതുപോലെ തന്നെ ലോകപ്രസിദ്ധരായ, അപ്രകാരം ഇന്ത്യയിലെ തന്നെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിജീവി
ബുദ്ധിജീവികളടക്കമുള്ള ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വികൃതമായ മുഖം വീണ്ടും വീണ്ടും ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നു എന്ന് മാത്രം. അതുകൊണ്ട് എന്റെ ചോദ്യകർത്താവ് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം, കാര്യങ്ങൾ ഉൾക്കൊള്ളണം. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് അപകടകരമായ വാദമാണ്. ജമാഅത്തെ ഇസ്ലാമി ഉന്നയിച്ചത് ഇസ്ലാമിക വിരുദ്ധമായ വാദമാണ്. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് പ്രവാചകന്മാർ പഠിപ്പിക്കാത്ത തത്വമാണ്. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് വഴിപിഴച്ച ആദർശമാണ്.